അതെ, ജലം അമൂല്യമാണ്. പക്ഷെ അത് മലിനമാണെങ്കിലോ? വെള്ളത്തിന്റെ രുചി വ്യത്യാസം, നിറവ്യത്യാസം, ഇരുമ്പിന്റെ അംശം, ക്ലോറിൻ, ചെളി ഇവയെല്ലാം വിട്ടുമാറാത്ത രോഗങ്ങൾ, മുടികൊഴിച്ചിൽ തുടങ്ങി അനേകം രോഗങ്ങൾക്ക് കാരണമാകുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. കൂടാതെ അടുക്കളയ്ക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത പ്യൂരിഫയറും ലഭ്യമാണ്. അക്വാസ് ഫ്ലാഷ്, ഇനി ഓരോ ഡ്രോപ്പും ക്രിസ്റ്റൽ ക്ലിയർ. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ, മെയിൻ റോഡ്, ചേലക്കര. മായന്നൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവ താലപ്പൊലിക്ക് നാടൊരുങ്ങി. 5 ഗജവീരന്മാരും പ്രമുഖ വാദ്യ കലാകാരന്മാരും അണിനിരക്കുന്ന ആഘോഷം ശനിയാഴ്ച നടക്കും. മായന്നൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവ താലപ്പൊലി ആഘോഷം ഏപ്രിൽ 4 ശനിയാഴ്ച നടക്കും. കൊണ്ടാഴി മായന്നൂർ ദേശങ്ങളുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളാണ് ഉത്സവത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം പൂണത്ത് അതിഗംഭീര ഗാനമേള ഇന്ന് വൈകുന്നേരം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ചെറങ്കര ദേശപ്പന്തൽ ഇന്ന് വൈകുന്നേരമാണ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കപ്പെടുന്നത്. തായമ്പകയും അതോടൊപ്പം തന്നെ ആ പന്തലിൽ വെച്ച് നടക്കുന്നുണ്ട്. ദേശവും ഈ നാട്ടുകാരും ഭക്തജനങ്ങളും എല്ലാവരും മായന്നൂർക്കാവിൽ അമ്മയുടെ താലപ്പൊലി ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതിഗംഭീരമായിട്ടുള്ള വെടിക്കെട്ടോടുകൂടി നാളെ വൈകുന്നേരം 8 to 9 മണി വരെയാണ് കൊണ്ടാഴി ദേശത്തിന്റെ. അതിനുശേഷം 9 to 10 മണി വരെയാണ് മായന്നൂർ ദേശത്തിന്റെ നമുക്ക് സമയം കിട്ടിയിട്ടുള്ളത്. ആ സമയത്തോടനുബന്ധിച്ച് തന്നെ നമ്മൾ ഇരുദേശങ്ങളും ഈ വെടിക്കെട്ട് അതിഗംഭീരമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് രാവിലെ തന്നെ ഇന്ന് പാടത്ത് ഒത്തുചേർന്നിട്ടുള്ളത്. ബാക്കിൽ JCB വന്നത് കാണാവുന്നതാണ്. കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കാലാവസ്ഥയും എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് ഇരു കൂട്ടരും പ്രതീക്ഷിക്കുന്നത്. ഏവരെയും നമ്മുടെ മായന്നൂർക്കാവിൽ നമ്മുടെ താലപ്പൊലി ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ തിരുമുറ്റത്തേക്കും ഈ പാടത്തേക്കും നമ്മുടെ ഈ മായന്നൂർ ദേശത്തേക്കും ക്ഷണിക്കുകയാണ്. ഇരു ദേശങ്ങളിലുമായി 5 ഗജവീരന്മാർ വീതം അണിനിരക്കുന്ന താലപ്പൊലി ആഘോഷം ഉത്സവത്തിന് പ്രൗഢി പകരും. പ്രമുഖ വാദ്യ കലാകാരന്മാർ ഒരുക്കുന്ന ശബ്ദതാള വിസ്മയവും വിവിധ മൈനർ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള കലാപരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി നടക്കും. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ മായന്നൂർക്കാവിൽ അമ്മയുടെ 2026 താലപ്പൊലി ഏപ്രിൽ 4, അതായത് നാളെ ഞങ്ങൾ ഇരുദേശങ്ങളും ആർഭാടകരമായിട്ട് കൊണ്ടാടാൻ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അറേഞ്ച്മെൻറ്റുകളായിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നമ്മൾ കൊണ്ടാഴി ദേശത്തിൻ്റെ ചമയ പ്രദർശനവും അതേപോലെ 2 പന്തലിൻ്റെ സ്വിച്ച് ഓൺ കർമ്മവും ലൈറ്റിംഗ് എല്ലാം ഞങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ, അതേപോലെ നാളെ തൃത്തന്തളി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് ഒരു 5:30 മണിയോട് കൂടിയിട്ട് ക്ഷേത്രത്തിലെത്തി നമ്മുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് കഴിഞ്ഞ് വൈകുന്നേരം 8 to 9 മണിക്ക് വെടിക്കെട്ട്, അത് ഗംഭീരമായ വെടിക്കെട്ട് എന്ന് തന്നെ പറയാം. നമ്മൾ അതിനുള്ള അറേഞ്ച്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് 9 മണിക്ക് ശേഷം 9 to 10 ആണ് മായന്നൂർ ദേശത്തിൻ്റെ വെടിക്കെട്ട്. അവരും വളരെ വിപുലീകരിച്ച് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പം എന്തായാലും ഈ താലപ്പൊലിക്ക്, ഈ ഉത്സവത്തിന് എല്ലാവരും വളരെ സഹകരിച്ച്, എല്ലാവരും സഹകരിക്കേണ്ട ഇല്ല എന്നല്ല പറയുന്നത്, എല്ലാ കാര്യത്തിലും എല്ലാവരും എല്ലാ ഇതും സഹകരിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. നാളത്തെ താലപ്പൊലിക്ക് വേണ്ടി ആശംസകൾ നേർന്നുകൊണ്ട് അവസാനം. ഉത്സവത്തിന് ആവേശം പകരാൻ രാത്രി 8 മണിക്ക് കൊണ്ടാഴി ദേശത്തിന്റെ കരിമരുന്ന് പ്രയോഗം നടക്കും. തുടർന്ന് രാത്രി 10 മണിക്ക് മായന്നൂർ ദേശത്തിന്റെ വെടിക്കെട്ടും അരങ്ങേറും. മായന്നൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള വയലിലാണ് വെടിക്കെട്ട് ഒരുക്കിയിരിക്കുന്നത്. ഉത്സവത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കൊണ്ടാഴി മായന്നൂർ ദേശ ഭാരവാഹികൾ CCV ന്യൂസിനോട് പറഞ്ഞു. മായന്നൂർക്കാവിലെ താലപ്പൊലിയോടനുബന്ധിച്ച് ഞങ്ങൾ 2 ദേശക്കാരാണ് ഉള്ളത്. തെക്കുമുറി ഒന്ന് വടക്കുമുറി അങ്ങനെ പറയുക. അപ്പോൾ അതിലെ അതിഗംഭീര വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതുമാതിരി തന്നെ മറ്റേ പൂരങ്ങളുടെ ഭാഗമായിട്ടുള്ള വാദ്യങ്ങളും എല്ലാ രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇത് നടത്തുവാൻ വേണ്ടി എല്ലാ ആൾക്കാരും സഹകരണം ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. മായന്നൂർക്കാവ് തിരുവുത്സവ താലപ്പൊലി 2026 അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാ ദേശങ്ങളെ കമ്മിറ്റികൾ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. നാളെ നമ്മൾ മായന്നൂർക്കാവ് അമ്മയുടെ താലപ്പൊലി ആഘോഷിക്കുകയാണ്. എല്ലാ ഒരുക്കങ്ങളും ഇവിടെ എത്തിയായിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 4 മണിയോട് കൂടിയിട്ട് പൂണത്ത് ക്ഷേത്രത്തിൽ ആനച്ചമയ പ്രദർശനം വൈകുന്നേരമുണ്ട്. അതേപോലെ തന്നെ വൈകുന്നേരം മായന്നൂർ സംഗീത ആസ്വാദക കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള അതിഗംഭീര ഗാനമേള ഇന്ന് വൈകുന്നേരം പൂണത്ത് മൈതാനത്ത്. CCV ന്യൂസ്, മായന്നൂർ.